നമ്മളെ രാഹുൽ ഗാന്ധി ഇന്നലെ രാത്രി ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് ഇട്ടത്. റമദാൻ മുബാറക്. ഈ പുണ്യമാസം എല്ലാവർക്കും സമൃദ്ധിയും സമാധാനവും നല്ല ആരോഗ്യവും നൽകട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്നറിയാം. ഈ ഒരു മനുഷ്യനുണ്ടല്ലോ, ഈ ഒരു മനുഷ്യൻ ഏതൊരു വിഷയം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിലും അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ശരിയായ വശം മാത്രമേ ജനങ്ങളിലേക്ക് എത്തിക്കൂ എന്നുള്ളതാണ്. അതിനുള്ള ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ഈ മുസ്ലിം വിഭാഗത്തിൽ തന്നെ പല ആളുകളും സുലഭമായിട്ട് ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസകൾ അറിയിക്കുന്നുണ്ട്. പണ്ഡിത വേഷധാരികൾ തന്നെ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. റമദാൻ കരീം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആശംസകൾ അറിയിക്കുന്നുണ്ട്. ഇപ്പോഴും മൂപ്പര ഈ പോസ്റ്റിന്റെ അടിയിലും പല ആളുകളും ഇങ്ങനെ അറിയിക്കുന്നുണ്ട് റമദാൻ കരീം എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഞാൻ ഇതുപോലെ തന്നെ നമ്മളെ ഈ സൗദി അറേബ്യയില് നമ്മളിങ്ങനെ പല ഭാഗത്തും പണിക്ക് പോകുമ്പോ ഇവിടുത്തെ നമ്മളെ ഈ ഏരിയത്തെ മെയിൻ മുത്തവാണ് കേട്ടോ, വലിയ മുത്തവ, നല്ല അറിവുള്ള ആളാണ്. അയാളെ വീട്ടിൽ ഞാൻ പണിക്ക് പോയപ്പോ റമദാനൊക്കെ തുടങ്ങിയ സ്ഥിതിക്ക് ഞാൻ അസ്സലാമു അലൈക്കും റമദാൻ കരീം എന്നൊക്കെ പറഞ്ഞ അങ്ങോട്ട് പോയി. അപ്പോ സലാമൊക്കെ മടക്കി പിന്നെ ലാസ്റ്റ് പറഞ്ഞു ഗലത്താതാൻ കലാം. ഞാൻ പറഞ്ഞു മുഷ്കില കുല്ലിന പുറക്കലാം. എല്ലാരും പറയുന്നുണ്ടല്ലോ, എന്താ പ്രശ്നം? ഞാൻ എന്താ തെറ്റ് പറഞ്ഞ് സലാം പറഞ്ഞ് അത് മുടക്കി പിന്നെ റമദാൻ കരീം ഒരു ആശംസ അറിയിച്ചല്ലേ, എന്താ പ്രശ്നം? എല്ലാരും പറയുന്നതല്ലേ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ആ പറഞ്ഞ ഗലത്താണ്. റമദാൻ ഒരിക്കലും കരീമല്ല, അള്ളാഹ് കരീം, റമദാൻ മുബാറക് എന്നാ പറയേണ്ടത്. അതാണ് ശരിയായ വശം. ആരും അഭിസംബോധന ചെയ്യുമ്പോഴും റമദാൻ കരീം എന്ന് പറയരുത്, റമദാൻ മുബാറക് എന്നാണ് പറയേണ്ടത്. അള്ളാണ് കരീം, റമദാൻ കരീം അല്ല. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചപ്പോ എനിക്ക് മനസ്സിലായി അദ്ദേഹം പറഞ്ഞതാണ് ശരി. അപ്പൊ അതിനുശേഷം ഞാൻ എന്താക്കലുണ്ട്, എന്നോട് ഇങ്ങനെ ആശംസകൾ റമദാൻ കരീം എന്ന് പറഞ്ഞ അറിയിക്കുന്ന ആളുകളോട് ഞാൻ തിരുത്തി പറയാൻ ശ്രമിക്കാറുണ്ട്. റമദാൻ മുബാറക്കാണ്, അള്ളാഹ് കരീമാണെന്ന് പറഞ്ഞിട്ട്. ഈ ഒരു എന്താ പറയാ, ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ മനുഷ്യന് ഒരു വിഷയത്തെക്കുറിച്ച് പഠനം നടത്തിയിട്ട് ആ വിഷയത്തിന്റെ ശരിയായ വശമാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതേ സ്ഥാനത്ത് സുലഭമായിട്ട് നമ്മൾ ടിവിയിലും എല്ലായിടത്തും എല്ലാവരും പറയുന്നത് റമദാൻ കരീം എന്നാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധിയും എന്തുകൊണ്ട് റമദാൻ കരീം എന്ന് പറയാതെ റമദാൻ മുബാറക് എന്ന് പറഞ്ഞു? അതിന്റെ ശരിയായ വശം അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ആ റമദാൻ കരീം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ പല ആളുകളും ചിലപ്പോ അദ്ദേഹത്തെ ആ പോസ്റ്റിന്റെ ഇടയിൽ ചോദ്യം ചെയ്യുന്നു. അപ്പൊ എന്താണ്, ഏതൊരു വിഷയത്തെക്കുറിച്ചും അദ്ദേഹം പഠിച്ചിട്ടേ ഉള്ളൂ പൊതുജനങ്ങളിലേക്ക് എത്തിക്കലുള്ളൂ, പറയലുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഇങ്ങനെ നമ്മൾ സ്നേഹിക്കുന്നത്. വേറെ പൊളിറ്റിക്സും കാര്യങ്ങളൊന്നുമല്ല. സത്യസന്ധനും കൂടുതൽ എന്താ പറയാ, എല്ലാ കാര്യങ്ങളെ കുറിച്ച് അറിവുള്ളവനും കൂടുതൽ സംസാരിക്കുന്നവനും പറയുന്നത് സത്യം മാത്രം പറയുന്നവനുമാണ്. അതുകൊണ്ട് എന്താവും, എല്ലാ കാര്യങ്ങൾക്കും കുറച്ച് ഡിലേ ഉണ്ടാവും. അപ്പൊ സത്യം അങ്ങനെ ചെരുപ്പിട്ട് വരുമ്പോഴേക്കും കുറച്ച് ടൈമൊക്കെ എടുക്കും. എന്നാലും നമുക്ക് പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കാം.